ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദി ചാൻ. ആൻഡ് കുറച്ച് നാൾ താമസിച്ചെങ്കിലും നമ്മൾ അടുത്തൊരു പാർട്ടുമായിട്ട് എത്തിയിരിക്കുകയാണ്. സോ ഈ സീരീസിൻ്റെ പേരാണ് നോ ആർമർ നോട്ട് ഓട്ടം നോ പോഷൻ ചലഞ്ച്. കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഐ നോ, ബട്ട് ഇനി അങ്ങോട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ നോക്കാം. അങ്ങനെയല്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ തോരുന്ന ടാർഗറ്റ് ആക്കിയിരുന്നു. നമുക്ക് അവനെ തീക്കാൻ പറ്റുമെങ്കിൽ തീക്കാം. പിന്നെ മൈൻക്രാഫ്റ്റിൽ എന്തൊക്കെയോ പുതിയ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തെന്ന് പറഞ്ഞു. എന്തായാലും ചാവാൻ നിൽക്കുന്നു ഈ സൺസെറ്റിന്റെ അവിടെ. ഈ സൺസെറ്റിന്റെ ബ്യൂട്ടി, ഓ ഈ ഗെയിം കേട്ടാ, ഈ ഒരു വൈബില് നല്ലൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഒരു പരിപ്പോടെയൊക്കെ തിന്ന് ഇങ്ങനെ നിന്നാണ്ടല്ല, എന്നാ സുഖ. ഒരു തമ്മയിലാക്കിയല്ലേ പിടിച്ച്. വേണ്ട, ശരിയാവില്ല. ഗെയിം മാറി ഇതല്ല. നമുക്ക് വേറെ വൈബ് പിടിക്കാം, വേറെ വൈബ് പിടിക്കാം. നമുക്ക് ആദ്യം ചെന്ന് അവനെ രക്ഷിക്കണോ കിടന്നുറങ്ങണോ? കുറച്ച് നാളായെന്നൊക്കെ അറിയാം, എന്നാലും ക്ഷമിക്കുക, കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു, തിരക്കായിപ്പോയി. നമുക്ക് വരാൻ പറ്റുന്നു. തുടങ്ങിയില്ല, അതിൻ്റെ മുമ്പ് തുടങ്ങി. നമുക്ക് എന്തായാലും മംഗളകാര്യങ്ങൾ ഉറങ്ങി ആരംഭിക്കണം എന്നല്ലേ. എൻ്റെ ഫുഡ് വല്ലതും ഉണ്ട്. തിന്നാൻ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലായിരുന്നു. നമുക്ക് മംഗളാരി ഉറങ്ങിയ. ഞാനിത് പുതിയ വെർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് എന്തോ മറ്റേ ലോഗ് ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ പുതിയ വെപ്പൺസ് ഒക്കെ ആഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു വന്നാൽ അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മളെ വെപ്പൺസ് ഉണ്ടാക്കാൻ ഒന്നുമില്ല. ഈ വേൾഡ് കപ്പ് ഞാൻ മറന്നു സത്യം പറഞ്ഞു. നമുക്ക് ആദ്യം അവനെ രക്ഷിക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ കട്ടായെന്ന് തോന്നും, ബട്ട് അത് ഞാൻ എഡിറ്റ് ചെയ്ത് കളയാനാണ്, അല്ലാതെ വേറൊന്നുമല്ല. ചീറ്റിംഗ് ഒന്നും അല്ല കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് ജസ്റ്റ് ഒന്ന് മാറിപ്പോണേ. ക്രീപ്പറല്ലേ അത്, ഒന്ന് പോയി തട്ടിയല്ല. എന്തിനാണെങ്കിൽ ഷീൽഡ് ഉണ്ടായിരുന്നു. കാണുമ്പോ വെറുതെ വിടണോ? തട്ടാം. മനസ്സ് പറഞ്ഞ പിന്നെ ഞാൻ നിക്കണുണ്ട് അവിടെ, ജസ്റ്റ് മിസ്. ഇപ്പൊ പോയെന്നെ തട്ടണോ? റിസ്ക് എടുക്കാം. റിസ്ക് ഒക്കെ നമുക്ക് റിസ്ക് സാപ്പിടും മാതിരി നമുക്കൊരു കാര്യം ചെയ്യാം, റിസ്ക് എടുക്കാം. എന്തായാലും ഐറ്റംസ് പോയാലും കിട്ടും. പിന്നെ ധോനെ രക്ഷിച്ചവൻ തോന്നിക്കും. നമുക്ക് റിസ്ക് എടുക്കാം. ഇവിടെ ഈ ലാഗ് അടിക്കാനുണ്ടാവട്ടുള്ളൂ. കുറെ നാളെ ഇത് കയറിയിട്ട്. പൊട്ടല് നല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്കിതിൻ്റെയൊക്കെ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ആ മൂലയിൽ മര്യാദയ്ക്ക് സൺസെറ്റും കണ്ടോണ്ടിരുന്ന എന്ത് ഐറ്റംസ് പോകുമ്പോ എടുക്കിട്ട് ഇതാറ് എന്റെ കഥ. ഐറ്റംസ് പോകുമ്പോ എടുക്കിട്ട് ഇതാര് ആദ്യ ഐറ്റംസ് എടുത്തിട്ട് പിന്നെ നമുക്ക് ഞണ്ട ഗെയിമിൽ ഞണ്ടൊക്കെ ആഡ് ചെയ്താ. ഞണ്ടല്ലല്ലോ, ഇതിന്റെ പേരെന്തായിരുന്നു? പേര് മറന്നു. ഇതിന്റെ പേരറിയാന്നുള്ളവർ താഴെ കമന്റ് ചെയ്യുക. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിന്റെ പേര്, എന്റെ ആക്സ് ഒക്കെ എവിടെ? എന്റെ ഭാഗ്യം എല്ലാം കിട്ടിയല്ലോ, എന്നെ വലിയ കാര്യം. പിക്കാക്സ്, ആക്സ് എല്ലാം ഉണ്ട്. ആ ക്രീപ്പറിനെ കൊല്ലാൻ ചുമ്മാ വരണ്ടായിരുന്നു, ഒരാവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തിരി? അമ്മരോട് പോയാ? ഇനി ഇവിടെ മൊത്തം പോണം. ഞാൻ ഈ ബിക്സിലൊരു തുളയിട്ട് മേളിൽ കയറിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോഴേ ഒരു വഴി സെറ്റ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇവിടെ മൊത്തം കോബിൾ സ്റ്റോൺ വെച്ച് പില്ലർ ഉണ്ടാക്കി വെക്കും. കട്ടിയല്ലേ ഇപ്പോഴേ തുള ഉണ്ടാകും. ഈ ഗ്രാവലൊക്കെ വരുമ്പോൾ ടോർച്ച് ഉപയോഗിച്ച് പോകും. 100 ലെവൽ ആയിക്കൂപ്പളെ ഞാൻ ഇങ്ങ് മേളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്രയും വലിയ തരംഗം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്ത് കളയും ഉറപ്പാണ്. ഇവിടെ തൂണ് വെച്ചിട്ടല്ലേ? വയ്ക്കാം, നമുക്ക് വയ്ക്കാം. സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. നമ്മളിപ്പം ഇന്നത്തെ മെയിൻ ഗോൾ എന്തോന്നാണ്? ഇന്നത്തെ ഗോള് നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാം. എന്തായാലും എനിക്ക് ആർമർ ഇടാൻ പറ്റൂല, പോർഷൻസ് ഉണ്ടാക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല. ആ ഒരു സ്ഥിതിക്ക് നമുക്ക് നല്ല ടൂൾസിലോട്ട് മാറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഐഡിയ. ഈ ചാലഞ്ച് എനിക്ക് സജസ്റ്റ് ചെയ്ത പടി നിന്നെ ഞാൻ
വല്ലാതെ സ്മരിക്കുന്നു. ഞാൻ ഈ സീരീസ് തുടങ്ങിയപ്പം എന്റെ ഡെത്ത് കില്ല് എത്രയെങ്കിലും സെറ്റ് ചെയ്തായിരുന്ന? എടാ ഞാൻ 1 വർഷമായി ഈ വേൾഡിൽ കയറിയിട്ട്. അയ്യോ, ഞാൻ ഡെത്ത് വല്ലതും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന? എനിക്ക് അങ്ങനെ എവിടെ ചെറിയൊരു ഓർമ്മ. ഇത് കളിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് 3rd പാർട്ടാണ്. നിങ്ങളിപ്പം ഇതാണ് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കാണണമെങ്കിൽ ഫസ്റ്റ് 2 പാർട്ടും ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാം. നമ്മളെ ഒരു മറ്റേ ഡ്രോൺ ഓട്ടിച്ച കഥയൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മളെ ബച്ചമ്പിയിലെ വീട്. ഡെത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ക്ഷമിക്കുക. കാര്യം ഞാൻ അത് മറന്നുപോയി. നമുക്ക് ഡെത്തൊന്നുമില്ല. നമ്മളെ മെയിൻ എയിം എന്ന് വെച്ചാൽ ഗെയിം ഫിനിഷ് ചെയ്യണം. ഡെത്തൊക്കെ നമുക്ക് ഇനി കുറച്ചും കൂടെ അഡ്വാൻസ് ആയി കളിച്ചിട്ട് സെറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. അന്ന് ഞാൻ വിവരമില്ലാത്ത എന്തെങ്കിലും പറയും, ക്ഷമിക്കുക. അത്ര തന്നെ, അറിഞ്ഞില്ല. നമുക്ക് ഇന്നത്തെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് അടി ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഒരു മൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആണോ, സുഖം തന്നെ. കിണറിന്റെ മണ്ടയിലൊക്കെ നിൽക്കും. പൊത്ത് കിണറ്റി ഇട്ടല്ലേ അണ്ണാ, ഒരു ചക്ക കിണറ്റി പോയിട്ടുണ്ട്. സോറി, നോ കമന്റ്സ്. ഇവിടെ ആരെങ്കിലും ഉണ്ട്? ഇവിടെ ചുമ്മാ അല്ല എൻ്റെ മണ്ടി സ്പോണ. ക്യാബൊക്കെ നോക്കിയോ? ഞാൻ പോണ്. നീ ഇവിടെ ഉണ്ടല്ലോ കാക്ക. പിന്നെ നമുക്ക് കുറച്ച് മരം വേണമായിരുന്നു. എൻ്റെ വുഡ് കുറവാ. വുഡ് എടാ, ഞാൻ ഇവിടെ എവിടെയൊക്കെയോ ഫർണസ് എന്തൊക്കെയോ വച്ചിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ എവിടെ ഇരുന്നു? എവൻ്റെ വീട്ടിലാണ് ഞാൻ ഫർണസ് ഒക്കെ വെച്ചിരുന്നത്? ഓർമ്മയില്ല. എടാ, ഞാൻ എവിടെയൊക്കെയോ ഫർണസിൽ എന്തൊക്കെയോ കുക്ക് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നടാ. എന്തെങ്കിലും നമുക്ക് ഇതൊന്നും ഉണ്ടായിക്കൂടാ. നോ അങ്ങോട്ട് നോക്കാ പോലും ചേർത്ത. നമുക്കിപ്പോ ഒരു പിക്കാക്സ് വേണം, ആക്സ് വേണം, മൈൻ ചെയ്യാൻ. പിന്നെ കുറച്ച് ലാവ കണ്ടുപിടിക്കണം. നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം. ആദ്യം ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. എൻ്റെ ചെസ്റ്റ് ഫുൾ കുന്തോ സ്ഫിയറാ. ഇതൊക്കെ എന്നാടിയത്? എങ്ങനെ ഉണ്ടാകുന്ന സംഭവം? ചീപ്പായിരുന്നു. ഇരിക്കട്ടെ, അയൺ കളയ ആവശ്യമായിട്ട് ഇരിക്കട്ടെ. ഇതെങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന? എനിക്ക് അറ്റാക്ക് ചെയ്യണം. ആരെങ്കിലും റൈറ്റ്. ഇതാണ് അറ്റാക്ക്. റൈറ്റ് അടിക്കുമ്പോ ചുമ്മാ ഒരു ശബ്ദം മാത്രം കേൾക്കും കണ്ട. പക്ഷെ എന്താ എടാ, റൈറ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഓടിപ്പോയി കുത്താമോ? എനിക്ക് ട്രൈ ചെയ്യണം. എന്താണ് അവര് പറഞ്ഞ പുതിയ ഇതും. പിന്നെ നമ്മൾ നേരത്തെ മറ്റേ നണ്ട് പോലത്തെ സാധനങ്ങളൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്തായിരിക്കും. കുറച്ചാൾ ഗെയിമിൽ നിന്ന് മാറി നിന്നപ്പോഴേ എന്തോന്നൊക്കെ ആഡ് ചെയ്തെന്നൊക്കെ തമ്പുരാനറിയാം. ഡേയ്, ഞാൻ ഇവിടെ ഇല്ലായിരുന്നപ്പോ എന്തൊക്കെയാ പുതിയതായിട്ട് വന്ന? ഞണ്ട് കറിയൊക്കെ വെച്ച് തിന്നായിരിക്കുമല്ലോ നീ. അത് ഞണ്ടല്ല, അതിന്റെ പേരെന്തുവായിരുന്നു? ഞാൻ മറന്നുപോയി. ഞാൻ നേരെ കണ്ടോലുമില്ല. ഞാൻ തപ്പണം. എന്തായാലും നൈറ്റ് ആവുമല്ലോ. അപ്പൊ ആരെങ്കിലും വരും. അപ്പൊ നമുക്ക് ഈ കുന്തം പരീക്ഷിച്ചു നോക്കാം. ഞാൻ ആരെങ്കിലും കണ്ടുപിടിക്കട്ടെ. ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നേ. ഒരുത്തന്നെ എനിക്ക് കാണാനില്ല. എന്ത് ലാവയാണോ? ലാവയെങ്കിൽ ലാവ. രാത്രി ഇറങ്ങിയിട്ട് ഒന്നെങ്കിലും കണ്ടുപിടിച്ചല്ലേ നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ ആവശ്യം വരുമായിരിക്കും. നമുക്ക് ഉടനെ നെതറിലും പോകണം. നമുക്ക് നെതറെ ടൂൾസ് കൊണ്ടോട്ടാവണം. എനിക്ക് ആ ബാസ്റ്റിൻ ലൂട്ട് ചെയ്യാൻ ആരും ആലോചിക്കുമ്പം ഒരു ഇത് പറഞ്ഞു. അയ്യോ, നമുക്ക് എന്തായാലും പോവാം. അങ്ങോട്ടൊക്കെ പോവാം. ഇനിയിപ്പോ ആരും കാണാനില്ലല്ലേ. ഇത് നോക്കാം, ആരെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കാം. ആരെ ഒപ്പിക്കാൻ? ആരെയും കാണാനില്ല. കുറെ നേരം ഞാൻ ഇവിടെ കടക്കുന്നു. ആരെയും കാണാനുമില്ല. ഇത് നോർമലി തന്നെ. എടാ, ഇത് ഈസി പീസ്ഫുൾ ആയില്ല. അല്ല, നോർമൽ ആണല്ലോ. പിന്നെന്താ ആരും ഇല്ലാത്ത? എനിക്ക് അറിയാൻ വയ്യ ഇതെന്താന്നൊക്കെയാണ് നടക്കണേന്ന്.
സോംബി 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 കിട്ടി. ഓ സോംബി പിന്നെ പൂത്തി എന്നെ അറ്റാക്ക് കൊല്ലും കൊണ്ടോ? ഇല്ലല്ലോ, ഇത് അറ്റാക്ക് ചെയ്യാനുള്ളതല്ലേ അപ്പം? Run. അയ്യോ ഓടിയില് നടക്കൂ അണ്ണ, കളത്തി ഇറങ്ങുന്ന ഞാൻ അണ്ണനെ കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ നിൽക്കാൻ വന്നോളാം, കളിക്കാൻ വന്നോ താങ്ക് യു അണ്ണാ. അവൻ്റെ കുന്ത ഈ കുന്തം കൊണ്ട് പറ്റയ്ക്കാൻ പറ്റൂലേ? എൻ്റെ കുന്തമായി കൊല്ലാൻ നോക്കുന്നോടാ. എൻ്റെ കുന്ത, എൻ്റെ പൊന്നോ, എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇപ്പൊ ചത്തേന അവൻ്റെ കൈ കൊണ്ട്. ഇത് എന്തായാലും തന്നെ കൂടെ ഇത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിട്ട് മനുഷ്യന് അതെങ്കിലും ആദിച്ചാൻ വാസ് ബ്ലോൺ അപ്പ് ബൈ ക്രീപ്പർ. ഓ മൈ ഗോഡ്, ഇതിൻ്റെ അപ്പുറം ഞാൻ നാണക്കേടുമല്ലോ ഉണ്ടാ. നോക്കിയോ, ഞാൻ റിവെഞ്ച് എടുക്കും. റിവെഞ്ച് ഡേ കമ്മിങ് സൂൺ. സൺറൈസ് ഞാൻ റൈസ് ആവും. നമുക്ക് വലിയ പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കാതെ മൈനിങ്ങിന് പോകാനുള്ള വല്ല വഴി നോക്കാം, അതായിരിക്കും നല്ലത്. നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ രണ്ട് മൂന്ന് പിക്കേക്സ് ഉണ്ടാക്കി. എൻ്റെ ഇൻവെൻട്രി ഇല്ലല്ലേ, ഇത് 2 ചെസ്റ്റും ഉണ്ടാക്കണമായിരുന്നു. എൻ്റെ വീട്ടിൽ ചെസ്റ്റും ഇല്ല. ഇനി വീട്ടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വർക്ക് ചെയ്യണം. അവിടെ വീട്ടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ ശരിയാവൂല. ആദ്യം 2 ചെസ്റ്റ് ഉണ്ടാക്കി. ഇറങ്ങടാ, വീട്ടിൽ നിന്ന് ഇറങ്ങടാ. നീ ഇറങ്ങണം, ഞാൻ അടിച്ചിറക്കണം. എടാ ഇറങ്ങണം. യവന് പറ്റിയൊരു സാധനം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇറങ്ങടാ, വീട്ടിൽ നിന്ന് ഇറങ്ങടാ, കുത്തുഞ്ഞാൻ. ഇറങ്ങ. അപ്പൊ ഇത് വില്ലേജറിനെ പേടിപ്പിക്കുള്ളായിരുന്നു. അതിനെങ്കിലും കൊള്ളാല്ലേ ഇതിനെ കൊണ്ട്. അങ്ങനെങ്കിലും കൊള്ളാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതില്ലേ കാണുന്ന? സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് കുത്തുഞ്ഞേ. സബ്സ്ക്രൈബ് ചെയ്യടാ അങ്ങോട്ട്, കുത്തും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, കുത്തുഞ്ഞേ. പിന്നെ ലൈക്കും കൂടെ വേണം കേട്ടോ. സോ അറിഞ്ഞില്ല, നമുക്ക് നേരെ ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കി. നമുക്ക് ഇൻറ്റീരിയറിലോട്ട് എന്തായാലും വർക്ക് ചെയ്ത് പറ്റും. എൻ്റെ ഇൻറ്റീരിയർ മൊത്തം കാര്യമായിട്ട് കിടക്കും. പിന്നെ ഞാൻ സൈഡ് മൊത്തം ഗ്ലാസ് വെച്ചെന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി വെട്ടവും വെളിച്ചമുള്ള വീടൊക്കെ നടക്കും. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. പിന്നെ 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 ക്രാഫ്റ്റിംഗ് ടേബിള് ഒരെണ്ണം ഉണ്ട്, അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിപ്പം കയ്യിരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനും കൂടെ വെച്ചിട്ട്. ഞാൻ വെച്ച ഫർണസ് ഒന്നും കാണില്ല, ആകെ ഒന്ന് കിട്ടി. അതിനകത്ത് എന്തോരോ ഇരുന്നു, ഞാൻ മറന്നുപോയി. അതിനകത്ത് എന്തോന്നായിരുന്നു, അയണായിരുന്നു. അയൺ ബാക്കി അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ മൈനിങ്ങിനോട്ട് നമുക്ക് ബെഡ് റോക്ക് ലെവൽ വരെ താഴോട്ട് സ്റ്റെപ്പ് പോലെ കുഴിച്ച് പോയിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് കുഴിക്കാന്നാണ് എൻ്റെ ഒരു നിഗമനം. അതേപോലെ ചെയ്യാം. ഞാൻ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എന്തൊക്കെ വേണം നോക്കട്ടെ. സോഡൊക്കെ വേണം. നമ്മൾ കേവിലെല്ലാം ചെന്ന് കയറി കഴിഞ്ഞാൽ ആവശ്യമുണ്ടല്ലോ, അറിയാലോ. ബ്ലോക്ക് ഇത്രയൊക്കെ മതിയായിരിക്കണം. യവനെ കൊണ്ട് ഇറങ്ങടാ, വീട്ടിൽ നിന്ന് ഇറങ്ങടാ, കുത്തിഞ്ഞേ ചന്തിക്കിട്ട് കുത്തിഞ്ഞേ. ഇറങ്ങടാ, വീട്ടിൽ നിന്ന് ഇറങ്ങടാ, വീട്ടിൽ നിന്ന് ഇറങ്ങ. യവനെ കൊണ്ട് ഇറങ്ങടാ. എൻ്റെ വീട്ടിൽ കയറിയ നിന്നെ ഞാൻ പിടിച്ച് ഫ്രൈ അടിക്കണ്ടെങ്കിൽ ഇറങ്ങടാ. ഒരുമാതിരി 5 എണ്ണം വേണം. ഒരു കുത്തി ഉണ്ടല്ലോ, അപ്പുറത്തെ ജില്ലേപ്പ് കിടക്കുന്നു. ഒരു കാര്യം ചെയ്യും, നമുക്ക് നേരെ താഴോട്ട് പോവാം. ഡോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സേഫ്റ്റി ഫസ്റ്റ് മുനീറേ, സേഫ്റ്റി ഫസ്റ്റ്. നമുക്ക് ആദ്യം ഈ പിക്കാക്സ് പൊട്ടി മംഗളകാര്യങ്ങൾ ആരംഭിക്കാം. ഈ പിക്കാസ് പൊട്ടിച്ചിട്ട് നമുക്ക് മംഗളകാര്യങ്ങൾ. കുറേ നടക്കാനുണ്ട്. ഞാൻ താഴെ വരെ ഞാൻ എങ്ങനെയെങ്കിലും പോയി എത്തിച്ചിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വാ. ഞാൻ എന്തെങ്കിലും പറ്റും, അല്ല നിങ്ങളോട് പോയി ഞാൻ പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വരാം. പിന്നെ അല്ല, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടിയേ
കിട്ടി. എനിക്ക് കിട്ടിയെന്താണെന്നറിയാമോ? ഇത്രയും താഴെ വന്നിട്ട് ഡയമണ്ടൊന്നുമല്ല, ഞാൻ റിച്ചായി. എനിക്ക് ഇനി വല്ല മാലയൊക്കെ ഇടാം, സ്വർണം. ഞാൻ റിച്ചാടാ, സ്വർണ്ണമാല. ഫസ്റ്റ് ഗോൾഡ് അല്ലേ എൻ്റെ ഈ സീരീസിലെ ഫസ്റ്റ് ഗോൾഡ് ഇങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മൈനസ് എത്രയിലെത്തി ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഗോൾഡ്, സീരീസിലെ ഫസ്റ്റ് ഗോൾഡ്. നീ വേറെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആദ്യം ഇത് നിൽക്കുന്നിടത്തോട്ട് ഞാൻ ഇപ്പം നേരെ കുഴിച്ച് പോകാൻ കുറേ ഇടത്ത് കേറൊക്കെണ്ടാ. അപ്പം പോകാത്ത റിസ്ക് ആണ്, എന്നാലും കുഴപ്പമില്ല. ഇനി കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. എടാ ഞാൻ ഇത്രയും ദൂരം വന്നേ, ഞാൻ ബെഡ്റോക്ക് കണ്ടാ. അവിടെ എന്നിട്ട് ഇവന്മാര് ഒരു ഡയമണ്ട് പോലും ഞാൻ ഇതുവരെ കണ്ടില്ലടാ. അവിടെ ഞാൻ ഇപ്പം -59 നിൽക്കണത്. കണ്ട, -59. ഒരു ഡയമണ്ട് ഒന്നും തന്നില്ല. എന്തായാലും തുനിഞ്ഞിറങ്ങിയില്ലേ, ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോണില്ല. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം ഞാൻ ഇവിടെ നിന്ന് എടുത്തിരിക്കും, ഉറപ്പാണ്. ഒരെണ്ണം കണ്ടിട്ടേ ഇന്നത്തെ എപ്പിസോഡ് തീക്കൂ. ഇന്നത്തെ എപ്പിസോഡ് തീർന്നാ മതിയായിരുന്നു. അയ്യോ, കിട്ടിയത് കുറച്ചെണ്ണം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയത്. -59 എനിക്ക് തന്നത്. എടാ ഇതാണെങ്കിൽ ഞാൻ വല്ല കേവലും പോയി എടുക്കൂലടാ. -59 ആയെന്തെങ്കിലും. നിനക്കൊക്കെ നാണം ഉണ്ടോടാ? നിനക്കൊക്കെ നാണമുണ്ടോ? എന്താ ഇത്രയും ദൂരം മൈൻഡ് ചെയ്തിട്ട് ഒരു ഡയമണ്ട് ഒരെണ്ണം കാണാം, കഷ്ടമുണ്ട്. ഇനി അടുത്തെന്തെങ്കിലും കാണാനെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഡയമണ്ട് ആണെന്ന് വരാം. ചേട്ടാ കണ്ട് ഈ ഗെയിമിലെ ഫസ്റ്റ് ഡയമണ്ട്. എൻ്റെ ബാക്കിലൊരു 2-3 കാണുമായിരുന്നെങ്കിൽ ഞാൻ 3 ആയിട്ട് അങ്ങ് പോയനെ. പോവാനാ, കുറച്ചു നേരം കൂടെ മൈൻഡ് ചെയ്തിട്ട് വെളിയിൽ പോവാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് ഇനി എത്ര എണ്ണം കിട്ടുമോ നോക്കട്ടെ. സോ ആദ്യ ഡയമണ്ട് പൊട്ടിക്കാൻ പോവാണ്. ഇവിടെ അച്ചീവ്മെൻറ്റും കിട്ടി. യെസ്, അങ്ങനെ ഫസ്റ്റ് ഡയമണ്ട്. എൻ്റെ ബാക്കിൽ ഇനി എല്ലാം ഉണ്ടോ? പറ്റിക്കപ്പെട്ടു, ഞാൻ പറ്റിക്കപ്പെട്ടു. ഇത്രയും ദൂരം കുഴിച്ച് വന്നിട്ട് അമ്മരെനിക്ക് തന്നത്. നാണം കൊണ്ടാടാ നിനക്കൊക്കെ? എടാ എൻ്റെ കഷ്ടപ്പാടെങ്കിലും ആലോചിക്കടാ നീ. കുറച്ചു നേരം കൂടെ മൈൻഡ് ചെയ്തിട്ട് പോവാം. ഈ വേൾഡ് എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്നു. ക്രീപ്പർ വരെ പൊട്ടിത്തെറിച്ചു. അടുത്തത് കിട്ടി. കുറച്ച് ദൂരം കൂടെ മൈൻഡ് ചെയ്ത് വന്നപ്പോഴാണ് അടുത്തത് കിട്ടിയത്. ഞാൻ മറ്റേ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് മൈൻഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ മറ്റേ ഒരേടത്തു നിന്ന് കിട്ടുമല്ലിരിക്കും. അത് കട്ടാവണതിൻ്റെ ഇഷ്യൂ ആണ്. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നു. കാര്യം പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഈ ലെങ്ത്ത് എനിക്ക് പിന്നെ കട്ട് ചെയ്ത് കുറയ്ക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും. അപ്പം എനിക്ക് നല്ല കുന്തമല്ല, ഞാൻ മലയാളം വിളിച്ച് പറയുന്നേ, ഡയമണ്ട് കുന്ത. എന്നെ എടാ എനിക്ക് തോന്നുന്നത് ഫൈറ്റിങ്ങിന് വേണ്ടി ഉള്ളതായിരിക്കില്ല. അപ്പം വേറെ ഇങ്ങനെയായിരിക്കും. ഇപ്പം നോക്കിയുണ്ട് ഐക്യപ്പോൾ എൻ്റെ പിക്കാക്സ് പൊട്ടി. ഇപ്പം നോക്കിയോ, 100% അയക്കും. ഞാൻ ഇപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ ഇത് കുക്കി. ഇല്ല, അപ്പം ഞാൻ പോയി വീട്ടിൽ പോയി അടുത്ത പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് തിരിച്ചിറങ്ങി പറഞ്ഞ ഡയമണ്ട് മൈൻഡ് ചെയ്യാൻ. അയ്യോ, വീട് വരെ പോയിട്ട് വരാം. വീട്ടിൽ പോയി പിക്കാക്സ് ഉണ്ടാക്കി തിരിച്ചു വന്നു. എൻ്റെ അപ്പോനോ ഒത്തിരി കഷ്ടപ്പെട്ടേ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇറങ്ങാനും കയറാനും വയ്യ. എൻ്റെ ഹങ്കർ കണ്ട ഞാൻ തിന്നാണ് ഓടണത്. ഇത്രയും കാര്യം ഇനി മൊത്തം പൊട്ടിച്ച് ഇവിടെ 3 ഉണ്ടല്ലോ. ഭാഗ്യം. ഇനി എവിടെയെങ്കിലും ഇത്തിരി മറ്റേ എല്ലാ ഇതും പൊട്ടിച്ച് മാറ്റിയിട്ട് കുറേ സ്റ്റെപ്പ് വയ്ക്കണം എളുപ്പത്തിന് വേണ്ടി. ഇപ്പം എനിക്ക് മൊത്തം എത്ര കിട്ടി? 4 അല്ലേ? 4 കിട്ടി. 4 കിട്ടി. ഇത് ഉള്ളതും കൊണ്ട് വീട്ടിൽ പോവായിരുന്നു. ഉള്ളതും കൊണ്ട് വീട്ടിൽ പോവാം. റെഡ് സ്റ്റോണൊക്കെ ഇപ്പം ആവശ്യമില്ല. ഞാൻ പിന്നെ ആവശ്യം വരണമെങ്കിൽ ഒന്ന് എടുക്കാം. ഇനി കുറച്ച് തിന്നിട്ട് മോളിൽ ഓടിക്കാറുണ്ട്. മോൾ വരെ എത്തിയിട്ട് ഇനി കാണുന്നതായിരിക്കും നല്ലത്. ഞാൻ മോൾ വരെ പോയിട്ട് വരാം. ഞാൻ ഇവിടെ എത്തി. ഇവിടെ നൈറ്റായി. കുറേ ദൂരം ഓടി കയറാറുണ്ട് കേട്ടോ. സത്യം പറയല്ലേ, പോയി കിടന്നൊന്ന് ഉറങ്ങട്ടെ. ഡയമണ്ടൊക്കെ കിട്ടിയില്ലേ, മൈൻഡ് ചെയ്ത് ക്ഷീണിച്ചു. നീ കിടന്നാണ്
അച്ചീവ്മെന്റ് കിടക്കണ കിടപ്പ് കണ്ട, ഓ മൈ ഗോഡ്. അധ്വാനം കുറെ റിസൾട്ട്സും കിട്ടി കേട്ടോ, കുറെ കല്ലും മണ്ണും ഒക്കെ. അല്ല കൊണ്ട് എനിക്ക് എനിക്ക് കുന്തം മനസ്സിലായില്ല, എനിക്ക് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം അത്. പിന്നെ എനിക്ക് നേരത്തെ മറ്റേ ഞണ്ട് പോലത്തെ സാധനം കണ്ടില്ലേ, അതിനെ ഒന്നും കൂടെ പോയി തപ്പിയിട്ട് ഞാൻ അതിനപ്പം നേരെ ശ്രദ്ധിച്ചില്ല. എനിക്ക് അതിനൊന്നും കൂടെ കാണണം. എന്നെ ഒന്നും കൂടെ കണ്ടിട്ട് വരാം. ഇവിടെ എവിടെയെങ്കിലും കാണും. മറ്റേ സൈഡ് എനിക്ക് പോകാൻ പേടിയുണ്ട്, അവിടെ ഡ്രൗണ് കാണും. അത് സാധയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അവൻ ട്രൈഡന്റ് വാരി എറിയും. എൻ്റെ കയ്യിലാണെങ്കിൽ ആർമർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാവേം. ഇനി വല്ലതും കാണുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലടാ, ആ സൈഡിലോട്ടൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേ സൈഡിൽ തന്നെ പോവാം. ടെസ്റ്റ് ചെയ്യാൻ സമയമായി, സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ സമയമായി. നമുക്ക് എവനെ കുത്തി നോക്കാം. ഇത് എങ്ങനെയാടാ വർക്ക് ആവണ? ഞാൻ സോംബി എങ്ങനെയല്ലേ കുത്തിയ? അപ്പൊ ഇത് വർക്കാവോ? പിന്നെ സോംബിക്ക് ഒരടിയോലും കൊള്ളാത്തത്. ഗൈസ്, എനിക്ക് ജസ്റ്റിസ് വേണം. ഞാൻ ഇത് വെച്ച് സോംബിയെ കുത്തിയിട്ട് അതിനൊന്നും പറ്റിയില്ല, സ്ഥലത്തെ കുത്തിയപ്പം ഇതിന് പറ്റി. അതായത് രാത്രി വർക്കാവൂല, രാവിലെ വർക്കാവുള്ളൂ. എന്തുവാടെ ഇതൊക്കെ? പോണ് മറ്റേ സാധനം നോക്ക്. ഇവിടെ ഇതിനെ കൊന്ന എന്തെങ്കിലും കിട്ടുമോ? ഇതല്ലേ ആ സാധനം? എടാ ഇതിന്റെ പേരെനിക്കറിയടാ, എന്തോ ലോബ്സ്റ്റർ എന്തോ സാധനത്തിന്റെ പേര് ഞാൻ മറന്നു. ഇതെന്ത് ഡ്രോപ്പ് ചെയ്ത് കണ്ടിട്ട് കൊല്ലാൻ തോന്നില്ലടാ. കടിക്കൊന്നുമില്ലല്ലോ, നമ്മളൊന്നും ചെയ്യില്ല. ശ്വാസം മുട്ടി. എവിടെ നോക്കട്ട്? ഇങ്ങോട്ട് എവിടെയാടാ കുട്ടാ? ചക്കുട്ട എവിടെടാ മോനെ? മാഞ്ഞോ? എടാ, ഞാൻ കുറെ നേരം തപ്പി, അവനെ കാണാനില്ല. അവനെ കൊല്ലാന്നാണ് വിചാരിച്ചത്, എനിക്ക് കൊല്ലാൻ മനസ്സ് വന്നില്ല. ചുറ്റിരി ക്യൂട്ടായിട്ടിരിക്കും. ഇപ്പം ഡയമണ്ട് കിട്ടിയ സ്ഥിതിക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇത് തന്നെ കുറച്ച് ലെങ്ത് ആയെന്ന് എനിക്കറിയാം. സോ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. സോ സൈനിങ് ഓഫ് ഫ്രം ആദി ചാൻ. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ. സോ ഫാ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോ കാണാം. ബൈ.